കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും എം.എൽ.എമാർക്കും ജനങ്ങൾക്കാകെയും പരാതിയുണ്ട്. ആ പരാതി കേന്ദ്ര സർക്കാരിനോടാണ്. ആ പരാതി പറയാൻ CPIയുടെ മന്ത്രിമാരടക്കം എം.എൽ.എമാരടക്കം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി എല്ലാവരും ഡൽഹിയിലേക്ക് ഇപ്പോൾ വിമാനത്തെ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊന്നാണ് എന്നാണ് അവർ ഡൽഹി ചെന്ന് പറയാൻ പോകുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പരാതിക്ക് ഇടയാകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതല്ലേ പ്രശ്നം. മുമ്പ് നൽകിക്കൊണ്ടിരുന്ന നിലയിലേക്ക് പല വകുപ്പുകൾക്കും പണം നൽകാൻ പറ്റാത്തവരുള്ള പ്രതിസന്ധി കേരള സർക്കാരിനെ ബാധിക്കത്തക്ക വിധം കേന്ദ്രം പദ്ധതികളെ വെട്ടിക്കളയാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. മുമ്പ് നൽകിക്കൊണ്ടിരുന്ന കേന്ദ്ര പണം നൽകുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ തന്നെ ഡൽഹിയിൽ ചെന്നിട്ട് ആ FCI ഗോഡൗണുകളിൽ നിന്നുമുള്ള അരി വാങ്ങാനുള്ള കേരളത്തിൻ്റെ ഒരവകാശം സപ്ലൈകോയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അവകാശം കേന്ദ്രം നിഷേധിച്ചിരിക്കുകയാണ്. നിങ്ങൾ തിരുവനന്തപുരം വിമാനത്താവള ലേലത്തിന് വെച്ചപ്പോൾ ടെൻഡർ കൊടുത്തപ്പോൾ അദാനിക്ക് കാശ് കൂടുതൽ ചിലവായി. അതുകൊണ്ട് ഇനി തിരുവനന്തപുരം വിമാനത്താവളം എന്നല്ല, ഞങ്ങൾ വിൽക്കുന്നൊരു വിമാനത്താവളത്തിനും ഖനിക്കും നിങ്ങൾ ടെൻഡർ വെക്കരുത്, തുറമുഖത്തിന് ടെൻഡർ വെക്കരുത്. ഒരു പൊതുമേഖലാ സ്ഥാപനം വിറ്റാൽ സംസ്ഥാന സർക്കാർ ടെൻഡർ വെക്കരുതെന്ന് കേന്ദ്രം ഉത്തരവിറക്കി. ഇതുപോലെ സ്വകാര്യ മുതലാളിമാരോട് മത്സരിച്ച് സപ്ലൈകോ പോയിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ കൊടുക്കരുത്. ഇത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. ഇതിനെല്ലാം ശ്രീ അനിൽകുമാർ, നമുക്ക് BJP പ്രതിനിധി വരുമ്പോൾ ആ ഘട്ടത്തിൽ അത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൂടി നമുക്ക് വേണ്ടതുണ്ട്. പക്ഷെ കേന്ദ്രം മാത്രമാണോ അവഗണിച്ചത് എന്നുള്ള സംശയം CPI മന്ത്രിമാർക്കുമുണ്ട്. ഇന്ന് ചിഞ്ചുറാണി പറഞ്ഞത് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും 40% കുറവാണ് ഇത്തവണ ക്ഷീരവികസന വകുപ്പിന് നൽകിയിരിക്കുന്നത്. ഒരു പ്രൈമറി സെക്ടറാണല്ലോ ഈ ഭക്ഷ്യവകുപ്പായാലും ക്ഷീരവികസന വകുപ്പായാലും. അവിടെ വലിയ കുറവ് വരുത്തുന്നത് അത് ഒരു വല്ലാത്ത അവഗണനയായി തന്നെ അവർക്ക് അനുഭവിക്കുകയാണ്. കൃഷി വകുപ്പിനുമുണ്ട് ആ കണക്കുകൾ പറയാൻ. പക്ഷേ ആ കണക്ക് P. പ്രസാദ് എന്തായാലും പരസ്യമായി പറഞ്ഞിട്ടില്ല. എന്നാലും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്ന അടക്കം ധനമന്ത്രിയെ കാണുന്ന അടക്കം തീരുമാനങ്ങളിലേക്ക് CPI മന്ത്രിമാർ പോകുമ്പോൾ അത് കേന്ദ്രത്തിനെതിരെ പരാതി പറയാനല്ലല്ലോ ശ്രീ അനിൽകുമാർ. കേന്ദ്രത്തിനെതിരെ പരാതിയുണ്ട്, അതവിടെ വ്യക്തവുമാണ്. അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ CPIയോട് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ 4 മന്ത്രിമാർക്കുമുള്ള പരാതിയിലുള്ള പ്രതികരണമാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിസഭയിലെ ഏതെങ്കിലും വകുപ്പ് ഒരു മന്ത്രിക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. 2, ഒരു മന്ത്രിയുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ആ മന്ത്രിയുടെ മാത്രമല്ല, മന്ത്രിസഭയുടെ പെർഫോമൻസാണ്. കൂട്ടുത്തരവാദിത്വത്താൽ സമൃദ്ധമായ ഒരു ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്, മകുടോദാഹരണമാണ് പിണറായി സർക്കാർ. ആ മന്ത്രിസഭയുടെ ഐക്യത്തിൻ്റെ തെളിവല്ലേ കേരള ചരിത്രത്തിലുണ്ടോ 10-35 ദിവസം മന്ത്രിമാരെല്ലാം ഒരു ബസ്സിൽ സഞ്ചരിക്കുക? ഉത്തരേന്ത്യയിൽ മന്ത്രിമാർ സഞ്ചരിക്കുന്നത് MLA-മാർ ഒരുമിച്ച് ബസ്സിൽ സഞ്ചരിക്കുന്നതും BJP-ക്കാരെ പേടിച്ച ചാക്കിട്ടുകൊണ്ട് പോകാതെ. അങ്ങനെ ബസ്സിൽ സഞ്ചരിച്ചതിന് ശേഷം നടന്നിരിക്കുന്ന അവളെ കുറിച്ചാണല്ലോ CPI മന്ത്രിമാർ സംസാരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഈ വിപണിയിൽ ഇടപെട്ടു, കിറ്റ് വിതരണം ചെയ്തു. ഇപ്പോൾ 2225 കോടിയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ സപ്ലൈകോ ഉള്ളത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. 2016 മുതൽ 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി നൽകിയിട്ടുണ്ട്. അത് ഒരേ വിലയിൽ വിറ്റു. അത് നേട്ടമായി തന്നെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അതിനുശേഷം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ അവഗണന നേരിട്ടു എന്നുള്ളതാണ് വലിയ പരാതിയായി ഭക്ഷ്യമന്ത്രി പറയുന്നത്. ശരി, ഇനി അവഗണന എന്ന വാക്ക് വസ്തുതാപരമായി ശരിയാന്ന് തോന്നുന്നില്ല. എന്നാൽ എന്താണ് ബഡ്ജറ്റ് മെക്കാനിസം? നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ ധനകാര്യമന്ത്രി തയ്യാറാക്കുന്ന പ്രപ്പോസല് മന്ത്രിസഭയിൽ പോലും വെക്കാറില്ല. അതിന് കാരണം എന്താണ്? അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി നേരിട്ട് നിയമസഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ മെക്കാനിസം. അവിടെ ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനെ കുറിച്ച് എല്ലാ MLA-മാർക്കും അഭിപ്രായപ്പെടാം. അപ്പോൾ പ്രതിപക്ഷ MLA-മാർ ചർച്ച ചെയ്യും, ഭരണപക്ഷ MLA-മാർ ചർച്ച ചെയ്യും, മന്ത്രിസഭ തന്നെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? നമുക്കിതിൻ്റെ അലോക്കേഷനിൽ മാറ്റം വരുത്തണം എന്ന അഭിപ്രായം അവിടെ ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ അലോക്കേഷനിൽ മാറ്റം വരുത്താം. അത് ധനകാര്യമന്ത്രിക്ക് ചെയ്യാം, മന്ത്രിസഭയ്ക്ക് ആകെ ചെയ്യാം. അതിനല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് നിയമസഭ അംഗീകരിക്കുന്നൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനിടയിൽ ഒരു പ്രത്യേക ആഖ്യാനം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.